Yes, Kerala is changing, but not good enough to make it change in the macro sense. നിങ്ങൾ ഗൾഫിൽ പോയാലും നിങ്ങൾ ഇവിടുത്തെ അച്ചാർ തന്നെ വേണമെന്ന് പറയും. ആന്ധ്രയിലത്തെ അച്ചാർ പോരാ. യു വിൽ ബൈ ഓൺലി യുവർ അച്ചാർ. കുട്ടിക്കുരങ്ങിനെ കൊണ്ടാണ് ചുടിയോറ് വാരിക്കുന്നത്. ആ കുട്ടിക്കുരങ്ങിനെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ അമ്മ കുരങ്ങൻ തന്നെ അത് കൊടുക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ കറപ്ഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആൻഡ് മേ ബി മോർ അല്ലേ? And yet they are able to do well. അതിൻ്റെ അർത്ഥം നമുക്ക് കറപ്ഷൻ ആവാതിരുന്ന ദാറ്റ്സ് നോട്ട് എ ജസ്റ്റിഫിക്കേഷൻ, ബട്ട് വാട്ട് യു സീ ദം ഈസ് ദേ ആർ പ്രൊഡ്യൂസിങ് റിസൾട്ട്സ്. സാറേ, ഈ കിഫ്ബിയുടെ ബോറോയിങ് ഇപ്പം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി മാറ്റുന്നു, അങ്ങനെയൊക്കെ സാഹചര്യമാണ്. അപ്പോൾ ഈ കിഫ്ബിയുടെ ഒരു പ്രസക്തി എന്താ ഇനി? കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് ഉദ്ദേശിച്ചത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കിഫ്ബിക്ക് എല്ലാം നടത്താമെന്നുള്ള ബോറോയിങ്സ് നടത്താമെന്നുള്ള രീതിയിലാണല്ലോ. പക്ഷെ ഇപ്പം കേന്ദ്ര സർക്കാർ അതെല്ലാം നമ്മുടെ മാർക്കറ്റ് ബോറോയിങ്ങിന്റെ സീലിംഗിൽ നിന്ന് കുറയ്ക്കുന്നു. കിഫ്ബി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ദർ ആർ ടു വേസ്. വൺ വിൽ ദി ബാങ്ക്സ് വിൽ സേ വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ്, അതിൻ്റെ വയബിലിറ്റി എന്താണ്. അപ്പോൾ യു ലൈക്ക് എനി അതർ, ഐ ആൾസോ ഗോ ആസ് എ entrepreneur, I can also negotiate, and if they are convinced that it's a good project, they will give me. They will not ask for any guarantee. If the banks feel no, there is no way to get back the money, please get a guarantee from the government, then we'll pay. Because government guarantee actually it's a കല്ലിൽ എഴുതിയ മാതിരിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ചീഫ് സെക്രട്ടറി അന്ന് ഹൈക്കോർട്ടിൽ പോയിട്ട് പറഞ്ഞു ഗ്യാരണ്ടി കൊടുത്തു, പക്ഷേ ഞങ്ങൾക്ക് അത് പേ ചെയ്യാൻ പറ്റില്ല. I really admire him. He had the guts to say that there is no money. But he cannot say that. Because the word of the government has to be accepted. അല്ലെങ്കിൽ പിന്നെ എന്താ credibility? നാളെ if tomorrow you want a genuine purpose, you give guarantee, bank will say no, ഇത് നിങ്ങൾ ഹൈക്കോടതിയിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, please don't come to us. കേരള കിഫ്ബിയുടെ ബോറോയിങ് ആ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ കിഫ്ബി ഇങ്ങനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിർത്തുന്നതിൽ കാര്യമുണ്ടോ? അത് നിങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഫെയിലിയർ ആയതുകൊണ്ടല്ലേ കിഫ്ബി ഉണ്ടാക്കിയത്. ഈ സ്കൂൾ ഉണ്ടാക്കുന്നതും ഹോസ്പിറ്റൽ നന്നാക്കി എടുക്കുന്നതും പാലം കെട്ടുന്നതും ആരുടെ ജോലിയാണ്? വി ആർ പേയിങ് ദ ടാക്സ്. ദ ഫസ്റ്റ് charge of any government is on public works, public infrastructure out of the tax money. അതിനെ എടുത്ത് വേറെ വല്ലതൊക്കെ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് വന്നപ്പോൾ then you created a off budget this thing. So KIFBI should have taken only productive projects. മറ്റത് ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛൻ്റെ ജോലിയാണ് മക്കളുടെ ആരോഗ്യവും മക്കളുടെ ഈ സർവീസും ഒക്കെ, അല്ലാണ്ട് അടുത്ത ഒരു അമ്മാമ്മൻ്റെ ജോലിയല്ല അത്. അങ്ങനെയല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വി ആർ പുട്ടിങ് എ വാല്യൂ ജഡ്ജ്മെൻറ്റ്. നോ, അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വെറുതെ ചെയ്തു കൊടുക്കാം, നോ പ്രോബ്ലം, ലൈക്ക് XCSR. But as a corporate entity, if they want to maintain their credibility, they should come out with viable projects and fund them, get back the money, pay the borrowers, and make them self-liquidating projects. The social, what we call social overhead projects, where there is no money return. Street light ഇട്ട് കഴിഞ്ഞാൽ അതിന് പൈസ ചോദിക്കാൻ പറ്റും. Because it is everybody can use that. We call it non-exclusive. കാരണം ആരെയും നിങ്ങൾ ട്വിസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ എനിക്ക് മാത്രം കിട്ടിയാൽ മതി, നിങ്ങൾക്ക് കിട്ടരുതെന്ന് പറയാൻ പറ്റുമോ? It is, and also when I enjoy the benefit, you also enjoy. It's called non-rivalrous. Non-exclusive, non-rivalrous. അങ്ങനെയുള്ളതിന് ഗവൺമെൻറ്റാണ്, അതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ മോഡേൺ ഗവൺമെൻറ്. യു ക്രിയേറ്റ് പബ്ലിക് ഗുഡ്സ്. ആ പബ്ലിക് ഗുഡ്സ് ഇപ്പോൾ ചെയ്യുന്നത് ഇവരാണ്. കുട്ടിക്കുരങ്ങിനെ കൊണ്ടാണ് ചുടിയോറ് വാരിക്കുന്നത്. ആ കുട്ടിക്കുരങ്ങിനെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ അമ്മ കുരങ്ങൻ തന്നെ അത് കൊടുക്കേണ്ടി വരും. വേറെ ചില ഏരിയസിൽ നോക്കുന്നുണ്ട്, ലൈക്ക്
ഇപ്പോൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ 1 lakh ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു സംഭവം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്സ്, കേരളം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്സിനെ ഫേവർ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. സോ ദിസ് കൈൻഡ് ഓഫ് ഒരു അച്ചീവ്മെന്റ്സ് ഉണ്ട്. There are some silver lines. I will put it that way. ഇപ്പോൾ ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളതും തന്നെ, this doesn't mean that we are not doing anything or the society is not as vibrant as we would like. Society is vibrant. നമ്മുടെ same stock of people, you go outside and you do so well, you perform so well in Gulf countries, in other parts of India, other parts of the world. The same fellow, his brother doesn't do as well as his elder brother who has gone. So there is nothing wrong with the stock of people. It is the institutional structure and what you call the legacy issues. But legacy issues are politics എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നിങ്ങളുടെ നെഗറ്റീവ് ലെഗസി ഇഷ്യൂസിനെ ഇല്ലാണ്ടാക്കാനല്ലേ? മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടെന്നല്ലേ പറയുന്നത്, അല്ലാണ്ട് പിന്നോട്ട് പിന്നോട്ടെന്ന് പറയുന്നുണ്ട്. So that legacy issues are the problems to be solved by politics. അത് നമുക്ക് പറ്റുന്നില്ല. ഇൻഡസ്ട്രിയിൽ there are, ഇപ്പോൾ സി ബാലഗോപാൽ, you know better. Okay, ഇത് പെൻപോൾ ഇവിടെ ആയിരുന്നു നേരത്തെ. I used to go there. He was a friend of mine. He's identified some 50 entrepreneurs. A book they made it. And he said Kerala is changing. Yes, Kerala is changing, but not good enough to make it change in the macro sense. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾ മാത്രം നന്നായി പഠിച്ച് നന്നായതുകൊണ്ട് ബാക്കി 40 പേരുടെ ഞങ്ങളുടെ ക്ലാസ് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റുമോ? So we should have a majority. The dominant tendency should be this. So we are doing well in some selected sectors. Food processing. അതിന് എൻ്റെ ഒരു വീക്ഷണം എന്ന് വെച്ചാൽ, there I am not an economist, I am a sociologist, because food is a highly taste based. നിങ്ങൾ ഗൾഫിൽ പോയാലും നിങ്ങൾ ഇവിടുത്തെ അച്ചാർ തന്നെ വേണമെന്ന് പറയും, ആന്ധ്രയിലത്തെ അച്ചാർ പോരാ. You will buy only your achar or your inna Jambaveri തന്നെ വേണമെന്ന് പറയും. So when there are people, Malayalis in America, they go after Mattari. Palakkadan Mattari Amerikil kittum. They have rice from all over the world, but they will only go for this thing. So food is a sector where demand is assured. So we have thrived in that. Food processing. We have also done better, relatively speaking, in some selected areas like, but അത് അത്രയും വലുതല്ല, ഡെൻറ്റൽ കെയർ. പെരുമ്പാവൂർ ആരും കാണാതെ ഒരു രഹസ്യമായിട്ട് നടത്തുന്ന കാര്യമുള്ള ഒരു ജർമ്മൻ റിട്ടേൺഡ് ആൻട്രപ്രനർ ഈസ് പ്രൊഡ്യൂസിങ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ അതെ ടൂത്ത്, പിന്നെ അതിൻ്റെ ഒട്ടിക്കുന്ന പശ, all kinds of dental products, because he has managed to get the German technology rated as high quality. He has got 25% of the world market for dental products. 25% of the world market for dental products. 1500 നല്ല ഒന്നാന്തരം പഠിച്ച പെൺകുട്ടികളാണ് അവിടെ ജോലി ചെയ്തത്. ആമ്പിള്ളേരാരും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. In their lab, you will see 90% of them are young educated women. കാരണം it's highly skilled, വളരെ precision ഇതൊക്കെയാണ്. First of all, you need a certain level of skill. Secondly, the patience, അതും ഈ ഇലക്ട്രോണിക്സിലൊക്കെ അങ്ങനെയല്ലേ, മൊബൈൽ ഫോൺ സെറ്റ് ചെയ്തതിലൊക്കെ നമ്മളൊരു പോയിരുന്നത് ശരിയാവില്ല. Blood bag is another example. Balgopal's own kind of thing. So we have isolated, anecdotal ആയിട്ട് നമുക്ക് ഒരുപാടുണ്ട്. But that anecdotal doesn't add up to an impressive growth as in Tamil Nadu. ഒരൊറ്റ വെഹിക്കിൾ മാനുഫാക്ചറിങ് സ്ഥലം ഉണ്ടോ നമുക്ക്? Entire Kerala's vehicle supplies, almost all come from Tamil Nadu, except a few. നമുക്ക് അതിലൊരു ക്ലാസ് നമുക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നില്ലേ? ഇന്നത്തെ എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പിൽ ഇത്രയും വരുന്നത്? ആൻട്രപ്രന്യൂറിയൽ ക്ലാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ. All kinds of boys and girls are coming into it. You need the right ecosystem, no? You need hand holding also. ചുമ്മാ വെറുതെ ഒരു വലിയ മീറ്റിംഗ് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഡിക്ലറേഷൻ നടത്തിയാൽ മാത്രം പോലെ. You need hand holding.
That was the Japanese model earlier, pre-war Japan. Japan used to have policy, industrial policy, whereby private sectorലെ വരാത്ത industries and which they think it should be there, the government used to take initiative and get the best workers, and they allowed import of technical know-how and technology, but not people. സായിപ്പിനെ വരത്തില്ല, പക്ഷേ സായിപ്പിൻ്റെ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യും. It's a deliberate policy. Make it a success, then hand it over to the best entrepreneur for a price. This is like ഈ കുട്ടികളെ വളർത്തി വലുതാക്കി വിടില്ലേ, അതുമാതിരിയുള്ള ദാറ്റ്സ് എൻ ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്. അത്രയും അവരുടെ അത്ര ഡിറ്റർമിന് ഈസ്റ്റ് ഏഷ്യയുടെ ഐ ഡോണ്ട് നോ, ഈസ്റ്റ് ഏഷ്യ ഹാസ് എ ഗ്രേറ്റ് capacity to put their national objectives. അത് എല്ലാവരും ഇംബൈബ് ചെയ്യുന്നു. Now what's happening in Vietnam? Vietnam is the next tiger. They were poorer than India after the Vietnam War. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന കുരുമുളകും റബ്ബറും എത്ര വേണം അവിടെ നിന്ന് കിട്ടും. മാങ്ങ, modern agriculture, miniaturizing equipments, all kinds of water control systems, sprinkler irrigation, drip irrigation, you can imagine all kinds of things. Highly efficient, one of the most highest or next highest exporter of rice after Thailand. നേരത്തെ തായ്ലൻഡിനായിരുന്നു ആ പേര്. Thailand has become number 2 in Asia. Vietnam has overtaken them. So there is a national kind of determination. And also, I think proactive states are also, I'm sure they also have all kinds of corruption problems. See, Tamil Nadu corruption is നമുക്ക് and maybe more, really. And yet they are able to do well. This is what we have to think about. And corruption, that's not a justification, but what you see them is they are producing results. Tamil Nadu human development, in fact, they are very close to us. If you take the first 5 states, Kerala, Himachal Pradesh, Tamil Nadu, Punjab, pinna Haryana varum. Tamil Nadu is also in the forefront of human development. They are also in the forefront of industry. So their economic success, also social success has a balance. And they are very close to us geographically, culturally. We are indebted to them for the trade. നമ്മുടെ സുഷിൽ ഖന്ന ഉണ്ടാക്കിയ ഒരു സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ളത്, the terms of trade between Kerala and Tamil Nadu, our net payment going to Tamil Nadu is close to 1 lakh crores per annum. Kiwi has already become. That's why the interest burden has gone up. Why did the interest burden has gone up? ഇപ്പോൾ ഐസക്കും കൂട്ടരും ഗവൺമെൻറ്റും പറയുന്നത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഗവൺമെൻറ് ഡെറ്റ്. No theoretical economist will agree that. For the simple reason, if you are the father, your sons, they take loan. Okay? They spend. And if they are engaged in productive activity, they pay back. But you provide the guarantee because your reputation is important. You have no obligation. Okay. You are only pure guarantee. But they spend and they don't pay back. The bank will come to you. In the similar way, if KSRTC cannot repay its loans, the government of Kerala is the one which is repaying all the loans of electricity board. And because without government guarantee, no bank in India will give them a loan. Similarly, the Tamil Nadu government has said in this, we are standing guarantee for Tamil Nadu electricity board and transport. That is why our burden has increased. So if the ultimate payer of the loan is the government, then it should be included in the public debt. If the guarantee is purely for the sake of supporting the entity, like KSIDC is also taking loan. Government provides the guarantee, but KSIDC provides loan only to projects which can pay them back. What is called self-liquidating projects.
because they only give loan to such projects. റോഡിനും ബ്രിഡ്ജിനും അത് കൊടുക്കില്ല. So KIFBI says 25% of our project will pay back. Well, please provide the details. Which are those 25%? Okay. Then who will pay back the 75%? Government of Kerala. So you argue with the Government of India, although we provided 100% guarantee, we are not required to pay back all the 100%, only 75%. Then ask for only including the 75%. And also mind you, this is applicable to all these states. Kerala specific അല്ല. ഇത് യു പി ആയാലും ഗുജറാത്ത് ആയാലും കേരള ആയാലും തമിഴ്നാട് ആയാലും ദിസ് ഈസ് ഓഫ് ബഡ്ജറ്റ് ഇഫ് ദി ഗ്യാരണ്ടർ ഈസ് ഗവൺമെൻറ് ആൻഡ് ഇഫ് ദ ഗവൺമെൻറ് അൾട്ടിമേറ്റ്ലി ഹാസ് ടു പേ ബാക്ക്, Reserve Bank of India puts it under public debt. And CAG has strongly, CAG is a constitutional body. They are not taking any orders from anybody. They argued that this is public debt since the ultimate responsibility to pay back is with the government. If you say no, then they will take it out. But you won't say no. Because no പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. But you just hoodwink people by confusing these things. Or provide the details, okay? 44,000 crores ആണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. Just please say that whether you are ultimately supposed to pay back this 44 only or 34 or 24.